ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുദേവ തൃപാദങ്ങൾ രചിച്ച ദർശനമാലയിലെ അവസാനത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിർവാണ ദർശനത്തിലെ 5-ാമത്തെ ശ്ലോകം മുതൽ 8-ാമത്തെ ശ്ലോകം വരെ ജീവൻ മുക്തന്മാരെ കുറിച്ച് പറയുകയുണ്ടായി. ക്രമമായിട്ട് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരിയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്നിങ്ങനെയുള്ള ജീവൻ മുക്തന്മാരുടെ ലക്ഷണങ്ങൾ ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചു. ഇനി മേൽപ്പറഞ്ഞ ശ്ലോകങ്ങളിൽ ആകെ പറഞ്ഞിരിക്കുന്ന ജീവൻ മുക്ത ലക്ഷണത്തെ ഒന്നിച്ച് പറഞ്ഞ് ജീവൻ മുക്ത പ്രകരണത്തെ ഉപസംഹരിക്കുകയാണ് 9-ാമത്തെ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ശ്ലോകം 9. ഹേയോപാദേയദാനഹ്യസ്യാത്മാ വാസപ്രകാശകഃ ഇതി മത്വാ നിവർത്തേത വൃത്തിർനാവർത്തതേ പുനഃ. ഒന്നുകൂടെ. ഹേയോപാദേയദാനഹ്യസ്യാത്മാ വാസപ്രകാശകഃ ഇതി മത്വാ നിവർത്തേത വൃത്തിർനാവർത്തതേ പുനഃ. പദം പിരിച്ചെഴുതുമ്പോൾ ഹേയഃ ഉപാദേയത, ഹേയോപാദേയത നഹി അസ്യ ആത്മാ വാ സപ്രകാശകഃ ഇതി മത്വാ നിവർത്തേത വൃത്തിഃ ന ആവർത്തതേ പുനഃ. ഇതിന്റെ അന്വയം അസ്യ ഹേയോപാദേയത നഹി. അസ്യ എന്ന് പറഞ്ഞാൽ ഒരു സർവനാമമാണ്, പ്രൗണൗൺ. അപ്പോൾ അസ്യക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജീവൻ മുക്തന്. ജീവൻ മുക്തന് ഹേയോപാദേയങ്ങൾ ഇല്ല തന്നെ. ഹേയോപാദേയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹേയം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, ത്യജിക്കുക. ഉപാദേയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. അപ്പോൾ ജീവൻ മുക്തന് തള്ളിക്കളയുക അഥവാ ത്യജിക്കുക പിന്നെ സ്വീകരിക്കുക എന്ന രണ്ട് ഭാവവും ഇല്ല തന്നെ. ആത്മാവ സ്വപ്രകാശക, ആത്മാവാകട്ടെ സ്വയം പ്രകാശ സ്വരൂപമാണ്, സ്വയം തന്നെ തന്നെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതി മത്വ നിവർത്തേത എന്ന് മനനം ചെയ്ത് എല്ലാ പ്രകാരത്തിലുമുള്ള കർമ്മവാസനകളിൽ നിന്നും നിവർത്തിക്കണം. പുനഃ വൃത്തിഃ ന ആവർത്തതേ, പിന്നീട് അന്തഃകരണ വൃത്തികൾ ഒന്നും തന്നെ ആവർത്തിക്കുന്നില്ല, ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ നേരത്തെ പറഞ്ഞു, ഈ ശ്ലോകം കഴിഞ്ഞ 4 ശ്ലോകങ്ങളിൽ ജീവൻ മുക്തന്മാരുടെ ലക്ഷണം പറഞ്ഞിരുന്നു. അതിനെ പൊതുവായിട്ട് ഒരൊറ്റ ശ്ലോകത്തിൽ ഗുരുദേവൻ സമന്വയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ശ്ലോകത്തില് ആദ്യം തന്നെ നമ്മൾ സർവനാമം കാണുന്നു, അസ്യ എന്ന് പറഞ്ഞിട്ട്. അസ്യ എന്ന് പറയുന്നത് 2-ാമത്തെ വരിയിൽ നഹി അസ്യ. അപ്പൊ അസ്യ എന്ന് പറഞ്ഞാൽ ഒരു സർവനാമമാണ്. അപ്പൊ സർവനാമത്തിന്റെ പ്രയോഗം നമുക്കറിയാം, നമ്മൾ ഭാഷയൊക്കെ പഠിക്കുമ്പോൾ അതിൽ വരാറുണ്ട്. ഒരു വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ 2 പേരോട്, ദേവദത്തനോടും രാമദത്തനോടും
ദേവദത്തനും രാമദത്തനും ഈ സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് പറയുന്നു? അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നു പറയുന്നു. ദേവദത്തനെയും രാമദത്തനെയും സൂചിപ്പിക്കുവാൻ വേണ്ടി അവർ എന്നുള്ളൊരു സർവനാമം വെക്കുന്നു. നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് അവർ, അവൻ, അത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു നാമം ആദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ നാമം വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവനാമം വരും. ദേവദത്തൻ, രാമദത്തൻ എന്ന ആ നാമങ്ങൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ അവർ എന്നുള്ളൊരു സർവനാമം വന്നു. ഇത് സർവനാമങ്ങൾ എല്ലാ ഭാഷയിലും ഉള്ളതാണ്. സർവനാമങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കുമ്പോൾ കൂടുതൽ എളുപ്പമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പേരുകളും ആ വസ്തുക്കളുടെ പേരുകളും ആ സ്ഥലങ്ങളുടെ പേരുകളും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. സർവനാമം ഉള്ളതുകൊണ്ട് അത്, ഇത്, അവർ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതേപോലെ ഒരു സർവനാമത്തിൽ പെടുന്ന ഒരു വാക്കാണ് ഈ അസ്യ എന്ന് പറയുന്നത്. അസ്യ എന്ന് പറഞ്ഞാൽ ഇവന്, ഇവൾക്ക്, ഇതിനൊക്കെ അർത്ഥം വരും. ഇദ്ദേഹത്തിന്, ഇദ്ദേഹത്തിന്റെ എന്നൊക്കെ അർത്ഥം വരും അസ്യ. അപ്പൊ ഇവിടെ ഈ അസ്യ എന്നുള്ള സർവനാമം എന്തിനെയാണ് കുറിക്കുന്നത്? സാധാരണ ഈ സർവനാമം പറയല് ഒരു നാമം പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആ പേരിനെ കുറിക്കാനാണ് പറയാറുള്ളത്. ഇവിടെ ഈ അസ്യ എന്നുള്ള സർവനാമം ആരെ കുറിക്കാനാണ്, എന്തിനെ കുറിക്കാനാണ് പറഞ്ഞത്? ഇപ്പൊ ദ്വിരീതി വ്യാഖ്യാനകാരൻ സംഭൂജ സ്വാമികൾ, മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ ഈ അസ്യ എന്നുള്ള സർവനാമത്തിന് ഈ പ്രപഞ്ചത്തിന് എന്നാണ് അർത്ഥമെടുത്തത്. അതൊരു സങ്കീർണമായ ഒരു അർത്ഥമാണ്. പക്ഷെ അത് ശരി തന്നെയാണ്. പക്ഷെ ആ പ്രപഞ്ചത്തിന് എന്ന അർത്ഥം എടുക്കുമ്പോൾ അത് നമുക്ക് അർത്ഥം വളരെ ക്ലിഷ്ടമായിട്ട്, കുറച്ചുകൂടി സങ്കീർണമായിട്ട് മാറും. അസ്യ എന്നുള്ള സർവനാമത്തിന് ഏറ്റവും അധികം യോജിക്കുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജീവൻ മുക്തൻ എന്ന് തന്നെയാണ്. കഴിഞ്ഞ ഓരോരോ ശ്ലോകങ്ങൾ, 5-ാമത്തേതും 6-ാമത്തേതും 7-ാമത്തേതും 8-ാമത്തേതുമായ ശ്ലോകങ്ങളിൽ ജീവൻ മുക്തിനെ കുറിച്ച് പറഞ്ഞു. ആ ജീവൻ മുക്തൻ എന്ന പേര് ആവർത്തിക്കാതിരിക്കാനാണ് ഇവിടെ അസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മേൽ പറഞ്ഞ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ ജീവൻ മുക്തന് എന്ന അർത്ഥം മനസ്സിലാക്കാം. പിന്നെ നോക്കൂ, കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഒരു ജീവൻ മുക്തന്റെ കാര്യമാണോ പറഞ്ഞത്? 4 പ്രകാരത്തിലുള്ള ജീവൻ മുക്തന്മാരുടെ കാര്യം പറഞ്ഞു. ബ്രഹ്മവിത്ത്, വരൻ, വരീയാൻ, വരിഷ്ഠൻ, ഇങ്ങനെ 4 പ്രകാരത്തിലുള്ളത്. 4 പ്രകാരത്തിലുള്ള ജീവൻ മുക്തന്മാരുടെ കാര്യം വീണ്ടും ഈ 9-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കണമെങ്കിൽ ഏഷാം എന്ന് ചേർക്കാം. ഇപ്പൊ സംസ്കൃതത്തിലെ മറ്റൊരു സർവനാമമാണ് ഏഷാം. ഏഷാം എന്ന് പറഞ്ഞാൽ ബഹുവചനം. ബഹുവചനത്തിൽ പ്രയോഗിക്കുമ്പോൾ ഇപ്പൊ ഏഷാം ജീവൻ മുക്താനാം, ഈ ജീവൻ മുക്തന്മാരുടെ എന്ന് പറയാം. കാരണം 4 പേരുണ്ടല്ലോ. ഇവിടെ അസ്യ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, ഒരൊറ്റ ആളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴിഞ്ഞ ശ്ലോകത്തില് 8-ാമത്തെ ശ്ലോകത്തില് ബ്രഹ്മവിത്ത് വരിഷ്ഠനെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ ബ്രഹ്മവിത്ത് വരിഷ്ഠനെ തന്നെയാണ് ഈ അസ്യ എന്ന സർവനാമത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാം. ഇതൊക്കെ ആ വാക്കിന്റെ ചില അർത്ഥങ്ങൾ മാത്രമാണ്. പക്ഷെ നമുക്ക് പൊതുവായിട്ട് സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജീവൻ മുക്തന്മാരെ എല്ലാം ചേർത്ത് നമുക്ക് അസ്യ എന്ന് മനസ്സിലാക്കാം. അപ്പൊ അസ്യ എന്ന് പറഞ്ഞാൽ ആർക്കാണ്? കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജീവൻ മുക്തന്മാർക്ക് അസ്യ. ഈ ജീവൻ മുക്തന്മാർക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഹേയോപാദേയങ്ങൾ ഇല്ല തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹേയോപാദേയങ്ങളില്ല. ഈ ജീവൻ മുക്തന്മാര് ഹേയോപാദേയങ്ങൾക്ക് ഉപരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ആമുഖമായി പറയുന്നത് അസ്യ എന്ന വാക്കിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ശ്ലോകത്തെ, ഈ 9-ാമത്തെ ശ്ലോകത്തെ നമുക്ക് 3 പ്രസ്താവനകളായിട്ട് തരംതിരിക്കാം. 3 പ്രസ്താവനകൾ. അതിൽ 1-ാമത്തെ പ്രസ്താവനയാണ് ജീവൻ മുക്തന് അസ്യ ജീവൻ മുക്തസ്യ. ജീവൻ മുക്തന് ഹേയമായിട്ടോ ഉപാധേയമായിട്ടോ ഒന്നും തന്നെയില്ല. ഹേയം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനോ, ഉപാധേയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനോ. അപ്പൊ 1-ാമത്തെ പ്രസ്താവന എന്താണ്? ജീവൻ മുക്തന് ഹേയമായിട്ടോ ഉപാധേയമായിട്ടോ ഒന്നും തന്നെയില്ല. 2-ാമത്തെ പ്രസ്താവന എന്താണ്? 2-ാമത്തെ പ്രസ്താവനയാണ് അതിന്റെ കാരണം ആത്മാവ് സ്വപ്രകാശകമാണ്. ആദ്യത്തെ പ്രസ്താവനയുടെ ഹേതുവാണ് 2-ാമത്തെ പ്രസ്താവന. സ്വപ്രകാശക എന്ന വാക്ക് ശ്ലോകത്തിലുണ്ട്. ജീവൻ മുക്തന് ഹേയമായിട്ടോ ഉപാധേയമായിട്ടോ ഒന്നും തന്നെയില്ല. അതിന്റെ കാരണം ആത്മാവ് സ്വപ്രകാശകമാണ്. അപ്പൊ 2-ാമത്തെ പ്രസ്താവന അതിന്റെ കാരണം എന്താണ്? ആത്മാവ് സ്വപ്രകാശകമാണ് എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ പ്രസ്താവന നോക്കൂ. 3-ാമത്തെ പ്രസ്താവന ഇതി മത്വാ നിവർത്തേത എന്ന് പറഞ്ഞിരിക്കുന്നു.
ഇങ്ങനെ അറിഞ്ഞിട്ട് നിവർത്തിക്കണം അഥവാ പിന്മാറണം. എന്തിൽ നിന്ന് പിന്മാറണം? ഒന്നാമത്തെ ശ്ലോകത്തിൽ, ഈ അധ്യായത്തിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വാസനാന്വിതം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കർമ്മവാസനകളിൽ നിന്നും. അപ്പോ നിവർത്തേത എന്ന വാക്കിന്റെ അർത്ഥം പിൻവാങ്ങണം, പിൻവലിയണം, നിവർത്തിക്കണം എന്നൊക്കെയാണ്. എന്തിൽ നിന്ന് നിവർത്തിക്കണമെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ പൂർവ്വ ശ്ലോകത്തിനെ താത്പര്യത്തെ മനസ്സിലാക്കി എല്ലാ പ്രകാരത്തിലുമുള്ള കർമ്മവാസനകളിൽ നിന്ന് നിവർത്തിക്കണമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇപ്രകാരം 3 പ്രസ്താവന ആവർത്തിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ജീവൻ മുക്തന് ഹേയമായിട്ടോ അതായത് തള്ളാനോ ഉപാധേയമായിട്ടോ അതായത് സ്വീകരിക്കാനോ ഒന്നും തന്നെയില്ല. രണ്ടാമത്തെ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയുടെ ഹേതുവാണ്, കാരണമാണ്. എന്താണ്? ആത്മാവ് സ്വപ്രകാശകമാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയെല്ലാം അറിഞ്ഞിട്ട് നിവർത്തിക്കണം, എല്ലാ കർമ്മവാസനകളിൽ നിന്നും നമ്മൾ പിന്തിരിയണം, നിവർത്തമാക്കണം. ഇതാണ് 3 പ്രസ്താവന. ഈ 3 പ്രസ്താവനകളെ ക്രമമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ നോക്കൂ, ആദ്യത്തെ പ്രസ്താവന നോക്കൂ. ആദ്യത്തെ പ്രസ്താവനയിൽ ഗുരുദേവൻ 4 ജീവൻ മുക്തന്മാരെയും സമന്വയിപ്പിച്ച് ഒറ്റ ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ബ്രഹ്മവിത്തിന്റെ ലക്ഷണമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, ബ്രഹ്മവിത്ത് വരന്റെ ലക്ഷണമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, വരിയാന്റെ ലക്ഷണമായിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞു, വരിഷ്ഠന്റെ ലക്ഷണമായിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ വിസ്തരിച്ച് പഠിക്കേണ്ടത്. ഈ 4 പേരുടെയും ലക്ഷണത്തെ, 4 പേരുടെയും പൊതുവായ ലക്ഷണത്തെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്. 4 ജീവൻ മുക്ത ലക്ഷണങ്ങളെയും സമന്വയിപ്പിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ പ്രസ്താവന. എന്താണത്? ഹേയ ഉപാധേയങ്ങളിൽ നിന്ന് ഭിന്നമാണ്. ഹേയ ഉപാധേയങ്ങൾ ഒട്ടും തന്നെയില്ല. ഈ ലക്ഷണം ഈ 4 ജീവൻ മുക്തന്മാരിലും ഘടിതമാകുന്നതാണ്, ചേരുന്നതാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. രണ്ടാമത്തെ പ്രസ്താവന ഹേയമായിട്ടോ ഉപാധേയമായിട്ടോ ഒന്നും തന്നെയില്ല എന്ന ആ വാക്യത്തിന്റെ ഹേതുവാണ് രണ്ടാമത്തെ പ്രസ്താവന. എന്താണ് ആ ഹേതു? സ്വപ്രകാശകമായതിനാൽ. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ. മൂന്നാമത്തെ പ്രസ്താവനയിൽ 1ഉം 2ഉം പ്രസ്താവനകൾ ഒരു ജീവൻ മുക്തന്റെ സ്ഥിതിയെ കുറിക്കുന്നതാണ്. എന്നാൽ മൂന്നാമത്തെ പ്രസ്താവനയാകട്ടെ സാധകനെ ബോധിപ്പിക്കാനുള്ള പ്രസ്താവനയാണ്. ആരാണ് സാധകൻ? നിർവാണ ദർശനത്തിൽ സാധകൻ എന്ന് പറയുന്നത് 2 പേരാണ്. ഒന്ന് സിദ്ധിഗാമിയും മുമുക്ഷുവും. ഈ സിദ്ധിഗാമിയെയും മുമുക്ഷവും ചേർത്ത് പൊതുവായിട്ട് നമുക്ക് സാധകൻ എന്ന് പറയും. ഈ സാധകനെ ബോധിപ്പിക്കുവാനാണ് മൂന്നാമത്തെ പ്രസ്താവന. എന്താണ് ആ പ്രസ്താവന? ഇങ്ങനെ അറിഞ്ഞിട്ട് കർമ്മവാസനകളിൽ നിന്ന് നിവർത്തിക്കണം, പിന്മാറണം. ജീവൻ മുക്തൻ എല്ലാ കർമ്മവാസനകളിൽ നിന്നും നേരത്തെ മുക്തനായ മഹാത്മാവാണ്. അപ്പോ മുക്തനായ ഒരു മഹാത്മാവിനോട് വീണ്ടും ഇതിൽ നിന്നൊക്കെ വിരമിക്കണം, ഇതിൽ നിന്നൊക്കെ പിന്മാറണം എന്ന് പറയേണ്ട കാര്യമില്ല. ഇതിമത്വ നിവർത്തേത, ഇതിമത്വ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അറിഞ്ഞിട്ട് നിവർത്തേത, നിവർത്തിക്കണം എന്ന് പറയുന്നത് ആരോടാണ്? ഒരു സാധകനോടാണ്. ഏത് സാധകനോട്? മുമുക്ഷുവിനോടും സിദ്ധിഗാമിയോടും. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? സാധക ഗണത്തിൽ വരുന്ന മുമുക്ഷുക്കൾ, സിദ്ധിഗാമികൾ എന്നിവരോടുള്ള നിർദ്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണത് ഉറപ്പിക്കാൻ കഴിയുക? മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒരു നിർദ്ദേശമാണ്, ഒരു വിധിയാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അതിൽ നിന്ന് നിവർത്തിക്കൂ എന്ന് ഒരു വിധിപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിലാക്കാം. കാരണം നിവർത്തേത എന്നുള്ള ഒരു ക്രിയാപദം, ഒരു വെർബ്, ആ വെർബ് പ്രയോഗിച്ചിരിക്കുന്നത് വിതിർലിംഗ് എന്നൊരു പ്രയോഗമുണ്ട്. സംസ്കൃതത്തില് ഈ വെർബുകള് വിവിധ ലകാരങ്ങളിലാണ് പ്രയോഗിക്കുക. ലിട്ട് ലിട്ട് ലുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആശീർലിംഗ്, വിതിർലിംഗ് എന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് ആ ക്രിയാപദം നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ഏത് ലകാരത്തിലാണ് ആ ക്രിയാപദം പ്രയോഗിച്ചതെന്നുള്ളത്. അപ്പൊ നിവർത്തേത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയോഗിച്ചിരിക്കുന്നത് വിതിർലിംഗ് എന്ന് പറയുന്ന ഒരു ക്രിയാപദത്തിലാണ്. വിതിർലിംഗിൽ ഒരു ക്രിയാപദം, ഒരു വെർബ് പ്രയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വിധിയാണ്, നിർദ്ദേശിക്കുകയാണ്. നീ അത് ചെയ്യണം, നീ അവിടെ പോകണം എന്നൊക്കെ നിർദ്ദേശിക്കാനാണ്. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയും നീ അത് ചെയ്യണം, നീ അവിടെ പോകണം, നീ അത് എടുത്തു കൊണ്ടുവരണം എന്നിങ്ങനെ ഒരു കാര്യം ഒരാളോട് ചെയ്യാൻ പറയുമ്പോൾ
വിധിപരമായിട്ട് അനുഷ്ഠിക്കാൻ പറയുമ്പോൾ, നിർദ്ദേശം കൊടുക്കുമ്പോഴൊക്കെയാണ് ഈ വിതിർലിംഗ് ക്രിയാപദങ്ങൾ പ്രയോഗിക്കുക. അപ്പൊ നിവർത്തേത എന്നുള്ളത് ഒരു വിതിർലിംഗിൽ വരുന്ന ഒരു ക്രിയാപദമാണ്. അതുകൊണ്ട് തന്നെ അത് ആരോടാണ് പറയുന്നത്? സാധുക്കളോട് പറയുന്നത്. ജീവൻ മുക്തനോട് ഒരിക്കലും നീ എല്ലാ കർമ്മവാസന നിന്നും നിവൃത്തമാകണമെന്ന് നിർദ്ദേശിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അദ്ദേഹം ഓൾറെഡി എല്ലാ കർമ്മവാസനകളിൽ നിന്നും നിവൃത്തനായി ജീവൻ മുക്ത ഭാവത്തിൽ കഴിയുന്ന മഹാത്മാവാണ്. അദ്ദേഹത്തോട് വീണ്ടും പോയിട്ട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് മൂന്നാമത്തെ വാക്ക് ഇതി മത്വ എന്നതിന് ശേഷം വരുന്ന നിവർത്തേത എന്ന ക്രിയാപദത്തിലൂടെ ബോധിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രസ്താവന സാധകന്മാരോടാണ്. ഇപ്രകാരം നമ്മൾ ഈ 3 പ്രസ്താവനകളെയും ക്രമമായിട്ട് അതിന്റെ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഓരോ പ്രസ്താവനയും അതിനെ ഒന്ന് വിസ്തരിച്ചാൽ മതി, ഒന്ന് വ്യാഖ്യാനിച്ചാൽ മതി. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഒന്നാമത്തെ പ്രസ്താവന ജീവൻ മുക്തന് ഹേയമായിട്ടോ ഉപാധേയമായിട്ടോ ഒന്നും തന്നെയില്ല എന്ന് പറയുന്നു. ഈ ഹേയോപാധേയങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളില് ഗ്രന്ഥങ്ങളിലൊക്കെ പലപ്പോഴും വരുന്ന ഒരു വാക്കാണ് ഹേയോപാധേയങ്ങൾ. ഹേയോപാധേയ വിവർജിനി എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയാറുണ്ട്. ഹേയത്തിൽ നിന്നും ഉപാധേയത്തിൽ നിന്നും മുക്തമായവളെ. അപ്പൊ ഹേയം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, ഉപാധേയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. ഇതാണ് അർത്ഥം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഉപാധേയം എന്ന വാക്കിനെ മനസ്സിലാക്കാം. ഉപാധേയം എന്ന് പറഞ്ഞാൽ 2 പ്രകാരത്തിൽ ഉപാധേയത്തെ മനസ്സിലാക്കാം. ഒന്ന്, പ്രാപ്തഗ്രാമം എന്നതുപോലെ. 2, പ്രാപ്തമായിട്ടും അപ്രാപ്തമായിരിക്കുന്നത് എന്നതുപോലെ. അപ്പൊ നമ്മൾ ഒന്നിനെ സ്വീകരിക്കുന്നു, ഒന്നിനെ പ്രാപിക്കുന്നു. എപ്രകാരം? ഒന്നാമത്തത് പ്രാപ്തഗ്രാമം എന്നതുപോലെ. പ്രാപ്തഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാമത്തിലേക്ക് നടക്കുന്നു എന്ന് കരുതാം. ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിലേക്ക് നടക്കുന്നു. ആ ഗ്രാമത്തിലേക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഗ്രാമത്തിൽ നിന്ന് ഭിന്നനാണ്. ഞാൻ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടില്ല, ഇപ്പോൾ ആ ഗ്രാമത്തിലല്ല ഞാൻ. അങ്ങനെ ഇങ്ങനെ നടന്ന് കുറെ ദിവസം കഴിഞ്ഞ്, കുറെ സമയം കഴിഞ്ഞ് നമ്മൾ ആ ഗ്രാമത്തെ പ്രാപിക്കുന്നു, ഗ്രാമത്തെ സ്വീകരിക്കുന്നു, ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു പറഞ്ഞു കഴിഞ്ഞാലും, ഗ്രാമത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഗ്രാമത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്, എത്തിച്ചേരുന്നു. അപ്പൊ ഇപ്രകാരത്തിലും ഉപാധേയങ്ങളുണ്ട്. അതായത് നാം പ്രയത്നപൂർവം നമ്മുടെ അടുത്തില്ലാത്ത ഒരു വസ്തുവിനെ നേടിയെടുക്കുന്നു. പ്രാപ്തവ്യമായോ ഗന്ധവ്യമായോ ഒരു വസ്തു നമ്മുടെ അടുത്തില്ല എന്ന് കരുതുക. ആ വസ്തുവിനെ നമ്മൾ വളരെ പ്രയത്നപൂർവ്വം നേടിയെടുക്കുന്നു. 1. 2, നമുക്കൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം. നാം ഇപ്പോൾ ആ സ്ഥലത്തല്ല, നമ്മൾ വളരെ പ്രയത്നപൂർവ്വം നടന്ന് ആ സ്ഥലത്ത് എത്തിച്ചേരുന്നു. അപ്പൊ ആ വസ്തുവിനെ നേടിയെടുക്കുന്നതിന് മുമ്പ് ആ വസ്തു നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. നാം ആ വസ്തുവിനെ സ്വീകരിച്ചതാണ് പ്രയത്നപൂർവ്വം. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നാം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. നാം ആ സ്ഥലത്ത് എത്തിച്ചേർന്നതാണ് പ്രയത്നപൂർവ്വം. ഇതിനെ പ്രയത്നപൂർവ്വം ഒരു സ്ഥലത്ത് എത്തിച്ചേരുക, പ്രയത്നപൂർവ്വം ഒന്നിനെ നേടിയെടുക്കുക, ഇതിനെയാണ് ഉപാധേയത്തിന്റെ ആദ്യ അർത്ഥമായ പ്രാപ്തഗ്രാമം എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രാപ്തഗ്രാമം, ഗ്രാമത്തെ പ്രാപിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി അടുത്ത നോക്കൂ, പ്രാപ്തമായിട്ടും അപ്രാപ്തമായിരിക്കുന്നത് എന്നതുപോലെ. ചില വസ്തുക്കൾ നമ്മൾ പ്രാപ്തമാക്കുന്നു, സ്വീകരിക്കുന്നു, പക്ഷെ വാസ്തവത്തിൽ നമ്മൾ അവയെ പ്രാപ്തമാക്കിയോ? നമ്മൾ കരുതുന്നു നമ്മൾ പ്രയത്നപൂർവ്വം നാം അതിനെ നേടിയെടുത്തതാണ് നമ്മൾ കരുതുന്നു. പക്ഷെ നമ്മൾ അതിനെ നേടിയെടുത്തോ? അപ്പൊ ഏറ്റവും പ്രസിദ്ധമായ നമ്മൾ ദർശനമാലയിൽ പല ക്ലാസ്സിലും പറഞ്ഞ ഒരു ഉദാഹരണമാണ് സ്വകണ്ഠാഭരണവത് അഥവാ കണ്ഠസ്ഥ ഭൂഷണം എന്നുള്ള ഉദാഹരണം. അപ്പൊ ആ ഉദാഹരണം പറയുമ്പോഴേക്കും നമുക്കത് മനസ്സിലാകും. ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ്. ഒരു രാജ്ഞി കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോയി. കുളക്കടവിൽ തന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അഴിച്ചു വെച്ചു, കുളത്തിൽ നീരാടി, പുറത്തേക്ക് വന്നു, വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു. അപ്പൊ പടവിൽ നോക്കിയ സമയത്താണ് എന്ത് കാണുന്നില്ല? വിലപിടിച്ച കണ്ഠാഭരണം, മാല കാണുന്നില്ല. വളരെ വില പിടിച്ചതാണ്, വില കൂടിയ രത്നങ്ങൾ വൈഡൂര്യങ്ങളെ കൊണ്ട് പതിച്ച വിലയേറിയ ഒരു ആഭരണമാണ്. ആകെ പരവശയായി എത്ര തത്ര ഓടി നടന്നു, എല്ലാവരെയും വിളിച്ചു, അന്വേഷിക്കാൻ വിട്ടു, കാക്കകൾ കൊത്തിക്കൊണ്ടുപോയോ, ഏതെങ്കിലും മൃഗം അപഹരിച്ചോ. ആകെ രാജ്ഞിക്ക് വളരെ മനപ്രയാസമായി, ദുഃഖിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ രാജ്ഞി ഇങ്ങനെ കഴുത്തിന് കൈവച്ചപ്പോഴാണ് ആഭരണം കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. താൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ആഭരണം അഴിച്ചു വെച്ചിരുന്നില്ല. അഴിച്ചു വെച്ചെന്നുള്ള ഒരു ഭ്രമം കൊണ്ടാണ് ആഭരണം നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത്.
അപ്പൊ നോക്കൂ, നഷ്ടപ്പെട്ടു എന്ന് ആ രാജ്ഞി മനസ്സിലാക്കിയ സമയം ആ ആഭരണം രാജ്ഞിയുടെ അടുത്തുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പ്രയത്നപൂർവമാണോ വീണ്ടും ആ ആഭരണത്തെ നേടിയെടുത്തത്? എന്തായാലും നഷ്ടപ്പെട്ടിട്ട്, നമ്മളിൽ നിന്നൊരു വസ്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം അത് പ്രയത്നപൂർവ്വം നേടിയെടുക്കും വീണ്ടും. അതേപോലെ ഈ രാജ്ഞിയെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട ആഭരണം പ്രയത്നപൂർവ്വമാണ് അവർ നേടിയെടുത്തത്. എന്തായാലും ആഭരണം നേടിയെടുത്തു എന്ന് ഉറപ്പാണ്. കാരണം അവർ തപ്പിപ്പോ മാല ഇവിടെ ഉണ്ട്, സമാധാനം എന്ന് പറയുന്നു. കിട്ടി, ആ മാല അവർക്ക് കിട്ടി. നേരത്തെ ആ മാല പോയി, ഇപ്പോൾ ആ മാല കിട്ടി. മാല കിട്ടുക എന്ന് പറഞ്ഞാൽ മാല നേടിയെടുക്കുക, അഥവാ ഉപാധേയമാക്കുക, മാലയെ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. മാലയെ സ്വീകരിച്ചത്, മാലയെ നേടിയെടുത്തത് അവർ എന്തെങ്കിലും പ്രയത്നം ചെയ്തിട്ടാണോ? പ്രയത്നം ചെയ്തിട്ടുണ്ട്, പക്ഷെ മാല നേടിയെടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? നേരത്തെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതേപോലെയാണ് ഒരു സാധകൻ ബ്രഹ്മ പ്രാപ്തിക്ക് വേണ്ടി, ഞാൻ ബ്രഹ്മത്തെ നേടിയെടുക്കാൻ വേണ്ടി സാധന ചെയ്യുന്നു, ഞാൻ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി സാധനം ചെയ്യുന്നു എന്ന് പറയുന്നത് എപ്രകാരമാണ്? സ്വകണ്ഠാഭരണ വത്തുന്നാണ്. തൻ്റെ ഉള്ളിൽ തന്നെ വിളങ്ങുന്ന, സ്വയം താനായി തന്നെ വിളങ്ങുന്ന ആ ആത്മവസ്തുവിനെ നേടിയെടുക്കാൻ പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ട കാര്യമില്ല. പക്ഷേ രാജ്ഞിക്ക് സംഭവിച്ചതുപോലെ ഭ്രമം സംഭവിച്ചു. ആ മാല നഷ്ടപ്പെട്ടു എന്ന് ഭ്രമം സംഭവിച്ചു. തൻ്റെ കഴുത്തിൽ സുരക്ഷിതമായി ഇരിക്കുന്ന ആ മാല നഷ്ടപ്പെട്ടു എന്ന ഭ്രമം സംഭവിച്ചു. ആ ഭ്രമത്തെ പോലെ ഒരു സാധകന് പൂർണ്ണസ്വരൂപനായിരിക്കുന്ന, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മം തന്നിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് തോന്നുകയാണ്. അങ്ങനെ ദൂരെയാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് അതിനെ സ്വീകരിക്കാൻ വേണ്ടി, അതിനെ ഉപാദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, ആദാനം എന്ന് പറഞ്ഞാൽ എടുക്കുക, അതിനെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. അപ്പൊ നോക്കൂ, അപ്പൊ ഇവിടെ ഹേയോപാദേയം എന്നതില് ഉപാദേയം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധകനെ സംബന്ധിച്ച്, ബ്രഹ്മപ്രാപ്തിക്ക് പരിശ്രമിക്കുന്ന ഒരു സാധകനെ സംബന്ധിച്ച് ബ്രഹ്മത്തെ നേടിയെടുക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഉദാഹരണം പോലെയാണ്. രണ്ടാമത്തെ, കാരണം എന്തുകൊണ്ടാണ്? ബ്രഹ്മം ഒരിക്കലും നേടിയെടുക്കേണ്ട ഒരു വസ്തുവല്ല, അത് നമ്മുടെ സ്വരൂപമായിട്ട് നിലനിൽക്കുന്നതാണ്. നമ്മളിൽ നിന്ന് അകന്ന, നമ്മളിൽ നിന്ന് ഭിന്നമായ ഒന്നിനെ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ സ്വരൂപമായിരിക്കുന്ന ഒന്നിനെ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അന്വേഷിക്കാം, ദേവദത്തൻ എവിടെ, രാമൻ എവിടെ, ഗോവിന്ദൻ എവിടെ എന്നൊക്കെ അന്വേഷിക്കാൻ നടക്കാം. പക്ഷെ നമുക്ക് നമ്മെ തന്നെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? സ്വാമിജി എവിടെ എന്ന് നമ്മളിങ്ങനെ ഞാൻ എന്നെ തന്നെ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും പോകേണ്ട കാര്യമില്ലോ, കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം ഞാൻ എന്നിൽ നിന്നും ഭിന്നനല്ല. എന്നിൽ നിന്നും ഭിന്നനല്ലാത്തത് കൊണ്ട് എനിക്ക് എന്നെ നേടിയെടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മവസ്തു, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മവസ്തു, അത് നമ്മളിൽ നിന്നും ഒരു കാലത്തും ഭിന്നമല്ല. കാരണം എന്താണ്? സ്വരൂപത്വ, നമ്മുടെ തന്നെ സ്വരൂപമാണത്. അപ്പൊ സ്വരൂപത്തെ ഒരിക്കലും നമ്മളൊന്നും അകറ്റാൻ സാധിക്കില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അതിനെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നു എന്ന് പറയുന്നു? അത് സ്വകണ്ഠാഭരണവത്താണ്. നഷ്ടപ്പെട്ടു എന്ന ഭ്രമം കൊണ്ടാണ് നേടിയെടുക്കണമെന്ന പരിശ്രമ ബുദ്ധി നമ്മളിൽ വരുന്നത്. ഇപ്രകാരം ഉപാദേയത്തെ രണ്ടു തരത്തിൽ മനസ്സിലാക്കിയതുപോലെ ഹേയത്തെയും നമുക്ക് രണ്ട് പ്രകാരത്തിൽ മനസ്സിലാക്കാം. ഹേയം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, ത്യജിക്കുക. രണ്ട് പ്രകാരത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, സർപ്പം തുടങ്ങിയവയെ തള്ളിക്കളയുന്നത് പോലെ. രണ്ട്, കാലിൽ ധരിച്ചിരിക്കുന്ന ആഭരണത്തിൽ സർപ്പഭ്രമം ഉണ്ടായാൽ അതിനെ തള്ളിക്കളയുന്നത് പോലെ. ഇത് രണ്ടും സംസ്കൃത ഉദാഹരണങ്ങളാണ്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലെ ഇരിക്കുമ്പോൾ നമ്മുടെ കാലിൽ എന്തെങ്കിലും ഒരു ഇഴജന്തുക്കൾ സ്പർശിച്ചു നമുക്ക് തോന്നുകയാണ്. ഒരു പ്രാണിയോ തേളോ വഴുതാരയോ പാറ്റയോ വല്ല പാമ്പോ നമ്മുടെ കാലിൽ സ്പർശിച്ചാൽ പെട്ടെന്ന് നമ്മൾ അറിഞ്ഞ ഉടനെ നമ്മൾ പെട്ടെന്ന് സഡൻ റിയാക്ഷൻ ആയിട്ട് കാല് കുടയും, ശക്തമായിട്ട് കുടയും, അതിനെ തള്ളിക്കളയും. ആ കാലിൽ സ്പർശിച്ച സർപ്പത്തെ നമ്മൾ തള്ളിക്കളയും. ഒന്ന് അങ്ങനെ, ഇതൊക്കെ ഒരു സൂചന മാത്രമാണ്. ആ സൂചനയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഹേയം അങ്ങനെയുണ്ട്. ഇനി രണ്ടാമത്തെ പ്രകാരം എന്താണ്? നമ്മുടെ കാലിൽ തന്നെ ചില ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു നമ്മൾ, ചില ആഭരണങ്ങൾ, പാദസരം തുടങ്ങിയവ. ആ ആഭരണത്തിന്റെ മണിയോ നൂലോ കാലിൽ അഥവാ സ്പർശിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കരുതും വല്ല പാമ്പും വന്ന് നമ്മുടെ കാലിൽ വന്നു. ഉടനെ കാല് നമ്മൾ തള്ളിക്കളയും, ശക്തമായിട്ട് ഒരു റിയാക്ഷൻ വരും. നേരത്തെ എങ്ങനെയാണ് ഒറിജിനലായിട്ട് പാറ്റ പഴുതാര പാമ്പ് വന്ന സമയത്ത് കാല് കുടഞ്ഞത്, അതേപോലെ തൻ്റെ തന്നെ കാലിൽ ധരിച്ചിരിക്കുന്ന പാദസരം തുടങ്ങിയ ആഭരണങ്ങൾ
ഒരു സമയം മറന്നു പോയിട്ട് നമ്മൾ കരുതി പെട്ടെന്ന് വല്ല എന്തെങ്കിലും പാമ്പ് വന്നെന്റെ കാലിന്റെ മുകളിൽ ഇരുന്നോ എന്ന് കരുതി കാൽ ശക്തമായിട്ട് കുടഞ്ഞു കളി, അതിനെ തള്ളിക്കളയാൻ വേണ്ടി. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ തള്ളിക്കളയൽ യഥാർത്ഥമാണ്. രണ്ടാമത് തള്ളിക്കളയൽ ഇല്ലാത്ത വസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്നൊരു മിഥ്യാബോധത്തിൽ നിന്നും ആ ഇല്ലാത്ത വസ്തുക്കളെ തള്ളിക്കളയാൻ വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുന്നു. നോക്കൂ, നമ്മൾ ജീവിതത്തില് നിരന്തരം എന്തിനെയാണ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്? എന്തിനെയാണ്? നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ അതേപോലെയാണ്. എന്തിനെയാണ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്? ജീവത്വ ഭാവത്തിൽ, ഞാനൊരു പരിമിതനായ ജീവനാണ് എന്ന ഭാവത്തിലാണ്, എന്ന കാര്യത്തിലാണ് നമ്മുടെ താതാത്മ്യം. അങ്ങനെ താതാത്മ്യപ്പെട്ട് നമ്മുടെ ഉള്ളിൽ അനേകായിരം അപൂർണതകൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അനേകായിരം അപൂർണതകൾ, ഒന്നു മാത്രമല്ല, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അപൂർണതകൾ. ഈ അപൂർണതകളെയാണ് നമ്മൾ അനുനിമിഷം തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്. ഓരോ നിമിഷം വാസ്തവത്തിൽ പാദസരത്തെ പാമ്പായി തെറ്റിദ്ധരിച്ച് തള്ളിക്കളയാൻ ശ്രമിക്കുന്ന അതേപോലെ തന്നെയാണ് പൂർണ്ണസ്വരൂപനായിരിക്കുന്ന എന്നെ അപൂർണതയുള്ള ആളായിട്ട് തെറ്റിദ്ധരിച്ച് ആ അപൂർണതകളെ നമ്മൾ തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്. ഒരുപാട് അപൂർണത നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന അതേ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ, ഞാൻ അറിവ് കൊണ്ട് അപൂർണനാണ്, ഞാൻ ധനം കൊണ്ട് അപൂർണനാണ്, ഞാൻ സൗന്ദര്യം കൊണ്ട് അപൂർണനാണ്, എനിക്ക് ആൾബലമില്ല, എനിക്ക് പദവികളില്ല, പദവികൾ കൊണ്ട് അപൂർണം, ചെറിയ പദവിയാണ് കിട്ടിയത്, അയാൾക്ക് എന്നേക്കാൾ വലിയ പദവിയാണ്. അങ്ങനെ ഞാൻ സ്നേഹം കൊണ്ട് അപൂർണനാണ്, എൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് സ്നേഹമില്ല, അതുകൊണ്ട് സ്നേഹത്തെ ഞാൻ നേടിയെടുക്കാം. എനിക്ക് വാത്സല്യം കിട്ടുന്നില്ല, അതുകൊണ്ട് വാത്സല്യത്തെ നമ്മൾ നേടിയെടുക്കണം. ഇങ്ങനെ അനേകായിരം അപൂർണത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നൃത്തമാടുകയാണ്. അപ്പൊ ഈ അപൂർണതകളെല്ലാം തള്ളിക്കളയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. അപ്പൊ ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ അപൂർണതകളെ തള്ളിക്കളയാനുള്ള പരിശ്രമം, ഈ അപൂർണതകളെ ത്യജിക്കാനുള്ള പരിശ്രമം എപ്രകാരമുള്ള പരിശ്രമമാണ്? നേരത്തെ പറഞ്ഞതുപോലെ പാദസരം പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് കാല് കുടയുന്നു, കാലുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ, എൻ്റെ കാലിൽ വന്നിരിക്കുന്ന പാമ്പിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന അപൂർണതകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഒരു പ്രകാരത്തിലുമുള്ള, ഒരു തരത്തിലുമുള്ള അപൂർണത നമ്മുടെ ഉള്ളിൽ അല്പം പോലും ഇല്ല തന്നെ. നമ്മൾ സ്വയം വിശ്വസിക്കുകയാണ്, ഞാനൊരു പാപിയാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അങ്ങനെ നമ്മൾ സ്വയം 100,000 അപൂർണതാ ബോധത്തിൽ നമ്മളെ തന്നെ കെട്ടിയിരിക്കുകയാണ്. ഈ അപൂർണതാ ബോധത്തെ തള്ളിക്കളയാനാണ് ഒരുപാട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ചും സാധകരെ സംബന്ധിച്ചും പൂർണ്ണതയെ നേടിയെടുക്കാൻ പരിശ്രമിക്കണം. കാരണം എന്താണ്? പൂർണ്ണരല്ല അവർ. അപൂർണതകളെ തള്ളിക്കളയാൻ പരിശ്രമിക്കണം. എന്തുകൊണ്ട്? ഒരുപാട് അപൂർണതകൾ അവർക്കുണ്ട്. ഇത് രണ്ടും തന്നെ, ഈ പൂർണ്ണതകളെ നേടിയെടുക്കാനുള്ള പരിശ്രമം ചെയ്യണം എന്ന ബോധവും അപൂർണതകളെ തള്ളിക്കളയാൻ ശ്രമിക്കണം എന്ന ബോധവും എന്താണ്? രണ്ടും തന്നെ അജ്ഞാനജന്യമാണ്. യഥാർത്ഥത്തിൽ പൂർണ്ണതയെ നാം നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ട കാര്യമില്ല. പൂർണ്ണത നമ്മുടെ തന്നെ സ്വരൂപമാണ്. അപൂർണതകളെ തള്ളിക്കളയാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അപൂർണത എന്ന് പറഞ്ഞാൽ പാദസരത്തെ പാമ്പായി തെറ്റിദ്ധരിച്ച് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് പോലെ ഇല്ലാത്തതായിരിക്കുന്ന അപൂർണതകളെയാണ് നാം തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്. അപൂർണതകൾ ഒട്ടും തന്നെ നമ്മുടെ ഉള്ളിൽ ഇല്ല തന്നെ. ഇനി ഒരു ജീവൻ മുക്തനെ സംബന്ധിച്ച്, ജീവൻ മുക്തന് തള്ളിക്കളയേണ്ടതായിട്ടോ സ്വീകരിക്കേണ്ടതായിട്ടോ, ഇപ്പൊ നമ്മൾ ശ്ലോകത്തിന്റെ ഭാഷ കടമെടുത്താൽ, ഹേയോപാധേയമായിട്ട്, ഹേയമായിട്ടോ ഉപാധേയമായിട്ടോ ഒരു ജീവൻ മുക്തന് ഒന്നും തന്നെയില്ല. എന്തിനെങ്കിലും സ്വീകരിച്ച് പൂർണ്ണതയെ ഉണ്ടാക്കേണ്ട കാര്യം ജീവൻ മുക്തനില്ല. ജീവൻ മുക്തൻ മീൻസ് നമ്മുടെ നേരത്തെ പഠിച്ച 4 ജീവൻ മുക്തന്മാരെയും ചേർത്താണ് പറയുന്നത്, അസ്യ എന്ന സർവനാമത്തിലൂടെ. എന്തിനെങ്കിലും സ്വീകരിച്ച് എനിക്ക് സമ്പൂർണനായി തീരാം എന്ന കാര്യവും ജീവൻ മുക്തനില്ല. എന്തിനെങ്കിലും തിരസ്കരിച്ച് അപൂർണതകളെ കളയാം എന്ന കാര്യവും ജീവൻ മുക്തനില്ല. എന്തുകൊണ്ടാണ്? കാരണം ജീവൻ മുക്തൻ തന്നിൽ തന്നെ പൂർണ്ണതയെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അഥവാ സ്വരൂപ സാക്ഷാത്കാരം തന്നിൽ തന്നെ നേടിയിരിക്കുന്നു. നമുക്ക് ജീവൻ മുക്തന്റെ ലക്ഷ്യം നമ്മൾ പഠിക്കുമ്പോൾ ബ്രഹ്മവിത്തിന്റെ കാര്യത്തിൽ എന്തു പറഞ്ഞു? ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത, സ്വയം പൂർണ്ണതയിൽ സ്ഥിതി ചെയ്യപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മവിത്ത് വരന്റെ കാര്യത്തിൽ എന്തു പറഞ്ഞു? സതതം ബ്രഹ്മനിഷ്ഠയ, നിഷ്ഠ എന്ന് പറഞ്ഞാൽ നിതരാം സ്ഥിതി എന്നർത്ഥം, സദാ പൂർണ്ണതയിൽ അമർന്നിരിക്കുന്നു. ബ്രഹ്മവിത്ത് വരിയാന്റെ കാര്യത്തിൽ എന്തു പറഞ്ഞു? ബ്രഹ്മനിർവാണമശ്നുതേ, ബ്രഹ്മനിർവാണത്തെ നേടിയിരിക്കുന്നു.
വരിഷ്ഠന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞു? കേവലം ബ്രഹ്മ, കേവലം പൂർണ്ണ സ്വരൂപമായിട്ട് മാത്രം വിളങ്ങിയിരിക്കുന്നു. അപ്പൊ നോക്കൂ, ഒരു ജീവൻ മുക്തൻ തന്റെ പൂർണ്ണതയെ സാക്ഷാത്കരിച്ചു, സ്വരൂപ സാക്ഷാത്കാരം നേടി. അതിനാൽ ജീവൻ മുക്തന് മറ്റൊന്നും നേടിയെടുക്കാനോ മറ്റൊന്നിനെ തള്ളിക്കളയാനോ ഇല്ല. അപ്പൊ ഈ സ്വരൂപ സാക്ഷാത്കാരത്തെയാണ് ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ സ്വപ്രകാശകം എന്ന വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വപ്രകാശകം എന്ന വാക്ക് ആ ശ്ലോകത്തിൽ കാണാം, സ്വപ്രകാശക എന്നാണ്. മലയാളത്തിൽ പറയുമ്പോൾ സ്വപ്രകാശകം എന്ന് പറയാം. സ്വപ്രകാശം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വപ്രകാശകം എന്ന വാക്കിന് 3 അർത്ഥങ്ങൾ കൽപ്പിക്കാം. അതിന്റെ പ്രാഥമികമായ അർത്ഥം സ്വയം പ്രകാശിക്കുന്നത് എന്നാണ്. പക്ഷെ മനനത്തിന് വേണ്ടി നമുക്ക് 3 അർത്ഥങ്ങൾ കൽപ്പിക്കാം. ഒന്നാമത്തെ അർത്ഥമാണ് പരാശ്രിത നിരപേക്ഷ അസ്തിത്വബോധം. സ്വപ്രകാശക അഥവാ സ്വപ്രകാശകം എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥമാണ് പരാശ്രിത നിരപേക്ഷ അസ്തിത്വബോധം. രണ്ടാമത്തെ അർത്ഥമാണ് പരാശ്രിത നിരപേക്ഷ സുരക്ഷിത ബോധം. മൂന്നാമത്തെ അർത്ഥമാണ് പരാശ്രിത നിരപേക്ഷ ആനന്ദബോധം. ഈ 3നെയും ചേർത്ത് നമുക്ക് എന്ത് പറയാം? സ്വപ്രകാശകം എന്ന ഒറ്റ വാക്കിലൂടെ പറയാം. അപ്പൊ ആദ്യത്തെ അർത്ഥം നോക്കൂ, പരാശ്രിത നിരപേക്ഷ അസ്തിത്വബോധം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അസ്തിത്വബോധമുണ്ട്. ഞാൻ ഉണ്ട്, ഞാൻ നിലനിൽക്കുന്നു എന്ന അസ്തിത്വബോധമുണ്ട്. ആർക്കും തന്നെ ബാക്കിയെല്ലാം മറന്നുപോയാലും ഇനി ബാക്കി എല്ലാറ്റിനെയും നിഷേധിച്ചു കഴിഞ്ഞാലും ഞാൻ ഉണ്ട് എന്നതിനെ ആരും നിഷേധിക്കില്ല. ഒരു യുക്തിവാദിയും ഒരു നിരീശ്വരവാദിയും ഞാൻ ഇല്ല എന്ന് പറയില്ല. എല്ലാവരും ഞാൻ ഉണ്ട് എന്നേ പറയുള്ളൂ. എന്തുകൊണ്ട്? അവനവന്റെ അസ്തിത്വം നമുക്ക് അനുനിമിഷം ബോധ്യമാകുന്നതാണ്. ഞാൻ ഉണ്ട്, ഞാൻ ഉണ്മയോടുകൂടി ഇരിക്കുന്നു. അപ്പൊ ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഈ അസ്തിത്വം വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പരാശ്രിത സാപേക്ഷമാണ്. മറ്റൊന്നിനാൽ അപേക്ഷിതമായിട്ടുള്ള അസ്തിത്വ ബോധമാണ് നമുക്കുള്ളത്. മനസ്സുണ്ട്, അതുകൊണ്ട് ഞാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സുണ്ട്. മനസ്സുള്ളത് കൊണ്ട് ഞാനുണ്ട്. ഇനിയോ വീടുള്ളത് കൊണ്ട് ഞാനുണ്ട്, ജോലി ഉള്ളത് കൊണ്ട് ഞാനുണ്ട്, അവനുള്ളത് കൊണ്ട് ഞാനുണ്ട്, ഇവളുള്ളത് കൊണ്ട് ഞാനുണ്ട്. അങ്ങനെ മറ്റൊന്നിനാൽ അപേക്ഷിക്കപ്പെട്ട അസ്തിത്വ ബോധമാണ് നമുക്കുള്ളത്. അപ്പൊ മറ്റൊന്നിനാൽ അപേക്ഷിക്കപ്പെട്ട, മറ്റൊന്നിനാൽ ആശ്രിതമായിരിക്കുന്ന അസ്തിത്വ ബോധമുള്ളപ്പോൾ എന്തു ചെയ്യും? നാം എൻ്റെ അസ്തിത്വത്തെ, ഞാൻ എൻ്റെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും? ഞാൻ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ പരിശ്രമിക്കും. കാരണം മനസ്സ് അശാന്തമായാൽ എൻ്റെ അസ്തിത്വത്തിന് എന്തോ ഒരു കുഴപ്പം വരും. എൻ്റെ അസ്തിത്വം ഇല്ലാതാകുമെന്ന് ഞാൻ സംശയിക്കുന്നു. ഇനി ആ വ്യക്തി എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് അസ്തിത്വമില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ആ വ്യക്തിയെ നേടിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഈ വ്യക്തി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ അസ്തിത്വത്തിന് എന്തോ തകരാറുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയെ തള്ളിക്കളയാൻ, ഹേയമായി അതിനെ ഉപേക്ഷിക്കാൻ ഞാൻ കരുതുന്നു. അപ്പൊ നോക്കൂ, ഒരു സാഹചര്യം, ഒരു വ്യക്തി, ഒരു വസ്തു തുടങ്ങി നമ്മുടെ അന്ധകരണത്തിലെ മനസ്സ് വരെയുള്ള എല്ലാ ഘടകങ്ങളാലും അപേക്ഷിതമായിരിക്കുന്ന ഒരു അസ്തിത്വ ബോധ്യമാണ് നമുക്കുള്ളത്. അതുള്ളത് കൊണ്ട് ഞാനുണ്ട്, മനസ്സുള്ളത് കൊണ്ട് ഞാനുണ്ട് തൊട്ട് അത് കൂട്ടി എഴുതാൻ ഈ ജഗത്തുള്ളത് കൊണ്ട് ഞാനുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനില്ല. ഇതിനെയാണ് പരാശ്രിത സാപേക്ഷ അസ്തിത്വ ബോധം എന്ന് പറയുന്നത്. പക്ഷേ സ്വപ്രകാശകം എന്ന് പറയുമ്പോൾ അത് പരാശ്രിത നിരപേക്ഷ അസ്തിത്വ ബോധമാണ്. ഗുരു പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ഇല്ലാതായാലും നാം ഇപ്രകാരം തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തെ എല്ലാം തന്നെ, മനസ്സ് തൊട്ട് കാണപ്പെടുന്ന എല്ലാം തന്നെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാനുണ്ട്. അവനുണ്ടെങ്കിലും ഞാനുണ്ട്, അവനില്ലെങ്കിലും ഞാനുണ്ട്. ആ വസ്തു ഉണ്ടെങ്കിലും ഞാനുണ്ട്, വസ്തു ഇല്ലെങ്കിലും ഞാനുണ്ട്. മനസ്സുണ്ടെങ്കിലും ഞാനുണ്ട്, മനസ്സില്ലെങ്കിലും ഞാനുണ്ട്. ഇപ്പോ നമ്മുടെ ഈ ആധുനിക മനഃശാസ്ത്രത്തിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർവചനമായിട്ട് കാണാറുണ്ട്, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം ചിന്തയില്ലാത്ത ഗാഠനിദ്രയിൽ പോലും ഞാനുണ്ട്. ചിന്തയില്ലാത്ത ഗാഠനിദ്രയിൽ ഞാനില്ലെങ്കിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും എങ്ങനെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് നമ്മുടെ അസ്തിത്വ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ട് മനസ്സ് പോലും, മനസ്സില്ലാതായാൽ പോലും, എന്തില്ലാതായാൽ പോലും ഞാൻ അവിടെ നിലനിൽക്കുന്നു, ഞാൻ ശേഷിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പരാശ്രിത നിരപേക്ഷ അസ്തിത്വ ബോധം. ഒന്നിനെയും ആശ്രയിക്കാതെ എല്ലാം ഇല്ലാതായാൽ പോലും എൻ്റെ അസ്തിത്വത്തിന് യാതൊരു ഭംഗവും വരില്ല. കാരണം എൻ്റെ അസ്തിത്വം എന്നിൽ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പരാശ്രിത നിരപേക്ഷ സുരക്ഷിത ബോധം.
നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സുരക്ഷിത ബോധം, ഞാൻ സുരക്ഷിതനായിരിക്കുന്നത് ഇതുള്ളത് കൊണ്ടാണ്, അതുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സാഹചര്യം ഉള്ളത് കൊണ്ടാണ്, ഈ വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ സുരക്ഷിതനായിരിക്കുന്നത്. ഇതിനെന്ത് പറയാം? പരാശ്രിത ആപേക്ഷ സുരക്ഷിത ബോധം എന്ന് പറയാം. മറ്റൊന്നിനാൽ അപേക്ഷിച്ചിട്ടുള്ള, മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടുള്ള സുരക്ഷിത ബോധം. അതില്ലെങ്കിൽ ഞാനില്ല. ഈ അസ്തിത്വവും സുരക്ഷിത ബോധവും ഒന്നാണ്. കാരണം അസ്തിത്വം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് നമ്മളിൽ ഭയമുണ്ടാക്കുന്നത്, സുരക്ഷിത ഭയമുണ്ടാക്കുന്നത്. അസ്തിത്വത്തെ നിലനിർത്താനുള്ള പരിശ്രമമാണ് നമ്മളിൽ സുരക്ഷിത ബോധമുണ്ടാക്കുന്നത്. അപ്പൊ ഈ വ്യക്തികൾ, ഈ സാഹചര്യങ്ങൾ എല്ലാം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അസ്തിത്വവാനായിരിക്കുന്നു എന്നൊരു സുരക്ഷിത ബോധം നമ്മളിൽ വരും. അപ്പൊ ഒരു ജീവൻ മുക്തനെ സംബന്ധിച്ച് സ്വപ്രകാശകം എന്നതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹം പരാശ്രിത നിരപേക്ഷ സുരക്ഷിത ബോധത്തിലിരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും, ഈ ലോകത്തിലെല്ലാം നശിച്ചെങ്കിലും ഇതൊന്നും എൻ്റെ സുരക്ഷയ്ക്ക് ഹേതുവല്ല. കാരണം ഞാൻ എന്നും സുരക്ഷിതനാണ്. ഒരിക്കൽ പോലും ഞാൻ ഒരു അപകടത്തിലും പെടുന്നില്ല. അതുകൊണ്ട് എനിക്ക് രക്ഷ ആവശ്യമില്ല. എന്നെന്നും സുരക്ഷിതനാണ്. ഒരു പക്ഷി, നമ്മൾ സാധാരണ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ഒരു പക്ഷി, ആ പക്ഷി വലിയൊരു മരത്തിലിരിക്കുന്നു. ആ മരം മുറിഞ്ഞു വീഴുമെന്ന് ആ പക്ഷിക്ക് മനസ്സിലായി, എന്തോ കാരണത്താൽ. ആ മരം മുറിഞ്ഞു വീഴുമെന്ന് കരുതുമ്പോൾ അത് നിശ്ചിന്തനാണ്, ഒരിക്കലും ഭയമില്ല. എന്തുകൊണ്ട് ഭയമില്ല? കാരണം ആ മരത്തിലല്ല പക്ഷി ആശ്രയിച്ചിരിക്കുന്നത്, മറിച്ച് തൻ്റെ ചിറകുകളിലാണ് ആ പക്ഷിക്ക് ആത്മവിശ്വാസമുള്ളത്. മരം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് പറന്ന് വേറെ സ്ഥലത്തേക്ക് പോകാം. അതേപോലെ തന്നെ ലോകത്തിലെ എന്തിനെങ്കിലും ആശ്രയിച്ചല്ല നമ്മൾ നിലനിൽക്കുന്നത് എന്ന അവസ്ഥയെ നമ്മൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹേയമായിട്ടോ ഉപാധേയമായിട്ടോ പിന്നെ ഒന്നും തന്നെയില്ല. എന്തുകൊണ്ട്? കാരണം ഞാൻ സുരക്ഷിതനായി നിൽക്കണമെങ്കിൽ ഇത്ര സാധനങ്ങൾ, ഈ വക സാധനങ്ങളും വ്യക്തികളും എൻ്റെ കൂടെ വേണം. അതുകൊണ്ട് ഞാൻ കുറെ എണ്ണത്തിന് കുറെ കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ സുരക്ഷിതനായി നിൽക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. അതിനെയാണ് പരാശ്രിത സുരക്ഷിത ബോധം എന്ന് പറയുന്നത്. പക്ഷെ ജീവൻ മുക്തൻ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ജീവൻ മുക്തന് ഇവിടെ നിലനിൽക്കുവാൻ ഒന്നിന്റെയും സഹായം ആവശ്യമില്ല. അതുകൊണ്ട് സ്വപ്രകാശകം എന്ന വാക്കിന്റെ അർത്ഥമായി പരാശ്രിത നിരപേക്ഷ സുരക്ഷിത ബോധം എന്ന് മനസ്സിലാക്കും. ഇനി മൂന്നാമത്തെ അർത്ഥം നോക്കൂ. പരാശ്രിത നിരപേക്ഷ ആനന്ദബോധം എന്നാണ് മൂന്നാമത്തെ അർത്ഥം. നമുക്ക് സന്തോഷത്തിന്, ഈ ലോകത്ത് എല്ലാവരും തന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് സന്തോഷം ലഭിക്കും. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് മറ്റുള്ളവരിൽ നിന്നും ഒരിക്കലും സന്തോഷം ലഭിക്കുന്നില്ല. നമുക്കൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ സന്തോഷം ലഭിക്കുന്നുണ്ട്, ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ സന്തോഷം ലഭിക്കുന്നുണ്ട്, ഒരു സാഹചര്യത്തിന്റെ സാന്നിധ്യത്തിലും സന്തോഷം ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ലോകസിദ്ധമായ അനുഭവമാണല്ലോ. പക്ഷെ ഒന്നിന്റെ അസാന്നിധ്യത്തിൽ എൻ്റെ സന്തോഷം ഇല്ലാതാകുമെന്ന് കരുതുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് പരാശ്രിത നിരപേക്ഷ ആനന്ദ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വസ്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഏത് സാഹചര്യം നമ്മുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഏത് വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ ആനന്ദത്തിന് ഒരു പ്രകാരത്തിലുള്ള കുഴപ്പവും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ആനന്ദത്തെ ഞാൻ എന്നിൽ തന്നെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇതിനെയാണ് പരാശ്രിത നിരപേക്ഷ ആനന്ദ ബോധം എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ സ്വപ്രകാശകം എന്ന് പറയും. സ്വപ്രകാശം. ഈ സ്വപ്രകാശകം എന്ന നിലയെ സാക്ഷാത്കരിച്ചതിനാൽ ജീവൻ മുക്തന് തൻ്റെ അസ്തിത്വത്തെ നിലനിർത്തുവാൻ മറ്റൊന്നിനെ നേടിയെടുക്കേണ്ട കാര്യമില്ല. തൻ്റെ അസ്തിത്വത്തെ നിലനിർത്തുവാൻ ഒന്നിനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. തൻ്റെ സുരക്ഷിതത്തെ നേടിയെടുക്കുവാൻ വേണ്ടി മറ്റൊന്നിനെ പ്രാപിക്കേണ്ട കാര്യമില്ല. തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തിനെങ്കിലും ഹേയമാക്കേണ്ട, തള്ളിക്കളയേണ്ട കാര്യമില്ല. ആനന്ദത്തിന് വേണ്ടി മറ്റൊന്നിനെ നേടിയെടുക്കേണ്ട കാര്യമില്ല. ആനന്ദത്തിന് വേണ്ടി മറ്റൊന്നിനെ കളയേണ്ട കാര്യമില്ല. ഈ സ്വപ്രകാശകം എന്നത് ഹേതുവായിട്ടാണ് ജീവൻ മുക്തനിൽ ഹേയോപാധേയങ്ങൾ ഇല്ലാത്തത് എന്നർത്ഥം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? മൂന്നാമത്തെ പ്രസ്താവന നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്ത്? അത് ഒരു സാധകനുള്ള നിർദ്ദേശമാണ്. അത് ജീവൻ മുക്തനോട് പറഞ്ഞ കാര്യമല്ല. ഇതി മത്വാ നിവർത്തേത, ശ്ലോകത്തിൽ കാണാം ആ വാക്ക്. ഇതി മത്വാ നിവർത്തേത, ഇപ്രകാരം അറിഞ്ഞിട്ട് നിവർത്തിക്കണം.
ഇപ്പൊ നിവർത്തേത എന്ന വാക്കിന്റെ മലയാള അനുവാദം നിവർത്തിക്കണമെന്നാണ്. നിവർത്തിച്ചു എന്നല്ല. നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിലേക്ക് വരും. നിവർത്തിക്കണം വിതിർലിംഗാണ്. അപ്പൊ അത് ആരോടാ പറയുന്നത്? അത് പറയുന്നത് ഒരു സാധകനോട്. ആരാണ് സാധകൻ? നിർവാണ ദർശനത്തിലെ സാധകനാണ് സിദ്ധിഗാമികളും മുമുക്ഷുക്കളും. ആ മുമുക്ഷുക്കളോട് പറയാണ്, ജീവൻ മുക്തന്റെ ഈ സ്ഥിതിയെ നിങ്ങൾ നല്ലവണ്ണം മനനം ചെയ്തിട്ട്, നമുക്ക് മത്വ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് അഥവാ മനനം ചെയ്തിട്ട് 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ ജീവൻ മുക്ത ലക്ഷണത്തെ പറഞ്ഞിരിക്കുന്നു. ആ ലക്ഷണത്തെ നല്ലവണ്ണം മനനം ചെയ്ത് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ഈ വൃത്തികളുടെ കടികളായ ഹേയത്തിൽ നിന്നും ഉപാദേയത്തിൽ നിന്നും നിങ്ങൾ വിരമിക്കണം, സകല കർമ്മവാസന നിന്നും വിരമിക്കണം എന്നൊരു നിർദ്ദേശം പറയുകയാണ് സാധിക്കുന്നത്. ഇപ്രകാരം നമുക്ക് ഈ 3 പ്രസ്താവനകളുടെ ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് അടുത്ത ഭാഗങ്ങൾ ചർച്ച ചെയ്യാം.